ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ്, മിൽക്ക് മെയ്ഡ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ലിസമ്മ ഫുഡ് ആൻഡ് ടിപ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്നത് ഒരു പാൽപ്പൊടി വെച്ചിട്ടാണ്. സാധാരണ ഇത് ഉണ്ടാക്കുന്നത് പാല് കൊണ്ടാണ്, പക്ഷേ ഇന്ന് പെട്ടെന്ന് തന്നെ ഞാനൊരു പാൽപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാൽപ്പൊടി എടുത്തിരിക്കുന്നത്. പാൽ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പം പാൽപ്പൊടിയാണെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഒരേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, അതായത് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. ഇനി പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് 1 ടീസ്പൂണ് കോൺഫ്ലോർ ആണ് വേണ്ടത്. കോൺഫ്ലോർ കൂടിപ്പോകരുത്. അത് ഒത്തിരി കൂടിപ്പോയാൽ അത് ഒത്തിരി അങ്ങ് കട്ടിയായി പോവും. നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 പിഞ്ച് സോഡാപ്പൊടിയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളമാണ് വേണ്ടത്. ഇളം ചൂടുവെള്ളം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ആവരുത്. അല്പം ഒഴിച്ചു കൊടുത്ത് ഇളക്കി നോക്കണം. കട്ടയെല്ലാം മാറ്റി ഒന്ന് ഉടഞ്ഞു വരണം. കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്കിപ്പം പായസത്തിലോ ഒക്കെ ചേർക്കണമെങ്കിൽ കുറച്ചുണ്ടാക്കിയാൽ മതിയെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇതിപ്പം എനിക്ക് കുറച്ചുണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സായി നല്ല ഒരു ഇതുണ്ട്, കണ്ടില്ലേ? അപ്പം ഒത്തിരി അങ്ങ് വെള്ളവുമില്ല. ഈ ഒരു ഇതിൽ വേണം നമുക്ക് എടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഒന്ന് പറ്റിച്ചെടുക്കണം. അതിന് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കാം. സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെതുക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിലെ ഇത് ചൂടാക്കി എടുക്കാവൂ. ചൂടാക്കുമല്ല, കുറച്ച് നന്നായിട്ടൊന്ന് കട്ടയായി വരണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കാൻ. ഒത്തിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇച്ചിരി ഒന്ന് തിക്കാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കണം. ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പായസത്തിലൊക്കെ നമുക്ക് ഒഴിച്ച് എടുക്കാനായിട്ട് അപ്പം വളരെ എളുപ്പമാണ്. അപ്പം തണുത്തതിന് ശേഷം മാത്രമേ നമ്മളെടുത്ത് മാറ്റി വെക്കാവൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം പാലില്ലെങ്കിൽ തന്നെ നമുക്ക് പാൽപ്പൊടി കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റുകളൊക്കെ ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.